പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ശൂനോയ നോയമ്പിലെ 5-ാം ദിവസം കർത്താവായ യേശു മിശിഹായുടെ മുമ്പാകെ നമ്മൾ വന്നിരിക്കുന്നു. നമ്മുടെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കാനും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൃപകളും കൂടുതൽ അനുഗ്രഹങ്ങളും കടന്നു വരാൻ വേണ്ടിയാണ് ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നതും. ഓരോ നോയമ്പും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ കാര്യമുണ്ട്. ദൈവത്തോട് എത്രത്തോളം നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കും, അത്രത്തോളം ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ദൈവമാതാവ് ഈ കാര്യം കർത്താവായ യേശു മിശിഹായുടെ സാന്നിധ്യത്തിൽ, മറ്റ് ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ, അതോടൊപ്പം തന്നെ ആ വിവാഹ വിരുന്നിൽ വന്ന എല്ലാ വ്യക്തികളുടെ മുമ്പിലാണ് ദൈവമാതാവ് ഈ ഒരു കാര്യം അവിടെ ശുശ്രൂഷ ചെയ്ത വ്യക്തികളെ അറിയിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാം, ഇതേ ഭാഗം ദൈവമാതാവ് ഈ നിമിഷം വിശ്വാസികളായ നമ്മൾ ഓരോ വ്യക്തികളോടും ദൈവമാതാവ് ഇത് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശു മിശിഹ എന്താണ് ആഗ്രഹിക്കുന്നത്? കർത്താവായ യേശു മിശിഹ നമ്മളോട് എന്താണ് സംസാരിക്കുന്നത്? കർത്താവായ യേശു മിശിഹ എന്താണ് ചെയ്യാൻ നമ്മളോട് പറയേണ്ടത്? അത് തന്നെ ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മുടെ ജീവിതം അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് തന്നെ നയിക്കപ്പെടണം. പ്രിയമുള്ളവരെ, നമുക്ക് 5 കാര്യങ്ങൾ കർത്താവായ യേശു മിശിഹ നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ 5 കാര്യവും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്താണെന്ന്. ആദ്യത്തെ കൽപ്പന ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ സഹോദരനെ സ്നേഹിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായം 37-39 വരെ ഒരു വാക്യത്തിൽ ഇത് തന്നെയാണ് ദൈവം നമ്മുടെ കർത്താവായ യേശു മിശിഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതായത് നമ്മളെ സഹോദരനെ സ്നേഹിക്കണം. നമ്മൾ സഹോദരന് വേണ്ടി സ്നേഹിക്കുമ്പോൾ ഞാനെന്ന വ്യക്തി കൂടുതൽ അനുഗ്രഹത്തിലേക്കും കൂടുതൽ കൃപയിലേക്കും ചേർക്കപ്പെടും. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ വെറുപ്പിനെ മാറ്റി ഇത് സ്നേഹമാക്കണം. നമ്മുടെ മനസ്സിനെ നമ്മൾ കൂടുതൽ കഠിനമാക്കാതെ അത് നിർമ്മലമായും ഒരു സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഹൃദയം നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചാൽ ദൈവമാതാവിൻ്റെ അനുഗ്രഹവും നമ്മുടെ കർത്താവിൻ്റെ സംരക്ഷണം എന്നും നമ്മളോടെ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളും അവർക്ക് ചെയ്യുവിൻ. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഇങ്ങോട്ട് നമ്മളിലേക്ക് നന്മ വരുന്നെങ്കിൽ നമ്മൾ മറ്റു വ്യക്തികളെ നന്മ നമ്മൾ ചെയ്തു കൊടുക്കണം. നമുക്ക് ബഹുമാനം ലഭിക്കണമെങ്കിൽ നമ്മളും മറ്റ് വ്യക്തികൾക്ക് ബഹുമാനം നൽകണം. ഏത് വ്യക്തി ആയിക്കോട്ടെ, സമൂഹത്തിൽ പണക്കാരനായിക്കോട്ടെ, പാവപ്പെട്ടവനായിക്കോട്ടെ, ഏത് വ്യക്തി ആയാലും നമ്മൾ അവർക്ക് നന്മ ചെയ്തു കൊടുക്കണം. അങ്ങനെ നന്മ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളിലും ഒരുപാട് നന്മ കടന്നു വരും. മൂന്നാമത് നമുക്ക് മനസ്സിലാകും, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമുക്ക് കാണാം, എന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു. അപ്പം ഞാനെന്ന വ്യക്തി മനസ്സിലാക്കണം, ദൈവമാതാവ് ഈശോയെ സ്നേഹിച്ചതുപോലെ ദൈവമാതാവ് ഈശോയുടെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതേ നിമിഷം ആ അത്ഭുതം അവിടെ നടന്നു. അപ്പോൾ നമ്മളും ഈ ദൈവത്തെ അത്രത്തോളം സ്നേഹിച്ചാൽ ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ കടന്നു വരും എന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം അതേ സമയത്ത് പരിഹാരം നൽകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ നമ്മൾ നന്മ ചെയ്യണം, പ്രാർത്ഥനയിലായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എല്ലാവർക്കും നന്മ ചെയ്തു കൊടുക്കണം. കാരണം ദൈവത്തിൻ്റെ സ്നേഹമാണ് ലോകത്തെ രക്ഷിക്കുന്നത്. ആ സ്നേഹത്തെ നമ്മുടെ മുമ്പിൽ ഈശോയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ നമ്മൾ തിരിച്ച് കൊടുക്കണം. നാലാമത്തത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരോടും ദൈവത്തോടും നമ്മൾ പൂർണ്ണമായി ഏറ്റുപറയണം.
ദൈവത്തോടെ നമ്മൾ പൂർണ്ണമായി നമ്മുടെ ജീവിതം സമർപ്പിക്കണം. 1 യോഹന്നാൻ 5:14 നമുക്ക് കാണാം, അവൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. എന്നാൽ നമുക്ക് അവനുള്ള ഉറപ്പാണ്, നമ്മൾ പ്രാർത്ഥിച്ചാൽ കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ അവിടെ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് രക്ഷ നൽകും, നമ്മുടെ പ്രാർത്ഥന നൽകും. അത് നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ ജീവിച്ചാൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കും, നമ്മൾ വിശുദ്ധി പ്രാപിക്കും. നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതം, നമ്മളുമായി ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവം അനുഗ്രഹം നൽകും. പ്രിയമുള്ളവരെ, 5-ാമത്തെ കാര്യം മനസ്സ് തുറന്നു ക്ഷമിക്കുക. നമുക്ക് കാണാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായം 20-21 നമുക്ക് കാണാം, പത്രോസ് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ സഹോദരൻ തെറ്റിയതാൽ എത്ര പ്രാവശ്യമാണ് അവനോട് ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? കർത്താവ് പറയുന്ന ഉത്തരമുണ്ട്, 7 എന്നല്ല, 70 പ്രാവശ്യം നമ്മൾ ക്ഷമിക്കണം. നമുക്ക് മനസ്സ് തുറന്ന് ക്ഷമിക്കാം. നമ്മളെല്ലാവരും പാപികളാണ്, പക്ഷെ ദൈവം നിരന്തരമായി നമ്മളെ ക്ഷമിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണ നമ്മളെ രക്ഷിക്കുന്നുണ്ട്. അതുപോലെ നമുക്കും മനസ്സ് തുറന്ന് നമുക്ക് ക്ഷമിക്കണം. കർത്താവായ യേശു മിശിഹ നമ്മളെ കൂടുതൽ സ്നേഹത്തിലേക്കും ദൈവത്തോടൊപ്പം ജീവിക്കാനാണ് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, നമ്മുടെ മാതാവ് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. കർത്താവായ യേശു മിശിഹ 5 കാര്യം നമ്മളോട് പറഞ്ഞു. 5ൻ്റെ വചനഭാഗവും നമ്മൾ പറഞ്ഞു കേട്ടു. അതനുസരിച്ച് ജീവിക്കാം. സർവശക്തനായ ദൈവം ഈശോ നോയമ്പിൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.